ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ദൈവകൃപയാൽ ഈ പരിശുദ്ധ നോമ്പിനെ ഭക്തിയോടുകൂടി ആചരിക്കുവാനും ആഷാഢ നാളുകളിൽ വിനയപൂർവ്വം കർത്തൃസന്നിധിയിൽ അണയുവാനും വിശ്വാസത്തോടെ ദൈവം കരുണ ചെയ്ത് വിശുദ്ധിയോടെ വിനയത്തോടെ തമ്പുരാന്റെ തൃപ്പാദത്തിൽ ചുംബിച്ച് അവനിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് ഉയർപ്പിന്റെ മഹത്വകരമായിട്ടുള്ള നല്ല അനുഭവം വരെ ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രഗീതങ്ങൾ അർപ്പിപ്പാനും ഹോശന്ന പാടി തമ്പുരാനെ സ്വീകരിക്കുവാനും അവന്റെ പങ്കപ്പാടുകളിൽ ആഴത്തോടെ അനുഭവത്തോടെ നീങ്ങുവാനും ഉയർപ്പിന്റെ മഹത്വത്തിൽ അതിന്റെ നിറവിൽ ദൈവ കാരുണ്യം ധാരാളമായി അനുഭവിപ്പാനും ലഭിച്ച അവസരത്തിന് വൈദികരോടും നിങ്ങളുടെ വിശ്വാസികളോടും ഒപ്പം ജീവനുള്ള ദൈവത്തിന് മഹത്വഗീതങ്ങൾ അർപ്പിക്കുന്നു. എത്രയോ അത്ഭുതകരമായി ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി പ്രപഞ്ചത്തിന്റെ ഉടയവനും സൃഷ്ടാവും നയിക്കുന്നവനും രക്ഷിതാവുമായ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ കാരുണ്യം അനുഭവിപ്പാനും അവരുടെ പാതയിൽ ചരിക്കുവാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൽ നടന്ന ചരിത്ര മുഹൂർത്തങ്ങൾ കൂടി കടന്നുപോയി. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ചലനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൈമാറിയ ജീവനുള്ള ദൈവത്തിന് നിറഞ്ഞ സ്തോത്രത്തോടെ നന്ദി പറഞ്ഞ് അവൻ ജീവിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിച്ച് അവന്റെ കരുണയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അവൻ നയിക്കുന്ന പാതയിൽ മുന്നേറുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഉയർപ്പിന്റെ കാഹളം ഊതി സാക്ഷാൽ ജീവനുള്ള ദൈവം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റുപറയുന്നുവെന്ന് ഒരു മരക്കുരിശനെ നോക്കി മരണമില്ലാത്തവനെ കണ്ട് അതിർത്തിയില്ലാതെ സ്തോത്രഗീതങ്ങൾ അർപ്പിച്ച നിങ്ങളേവരോടുമുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ഒരു നിമിഷമായിട്ടല്ല, ജീവിതത്തിന്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ആ ദൈവം നമുക്ക് സമീപസ്ഥനാണെന്ന് അറിഞ്ഞും അനുഭവിച്ചും അറിയിച്ചും ഈ യാത്ര തുടരുവാനും അതിൻ്റെ അസാന്നിധ്യം കടന്നു വരുന്ന പൈശാചികതയുടെ മുഹൂർത്തങ്ങൾ നമ്മുടെ ബന്ധങ്ങളിലോ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ ഹൃദയങ്ങളിലോ ഉള്ളത് മാറ്റി പലത് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നമ്മുടെ നിമിഷങ്ങളെ ധന്യതപ്പെടുത്തുവാൻ പരിശുദ്ധ കന്യമറിയാമനും പരിശുദ്ധന്മാർക്കും ശുദ്ധിപതികൾക്കും സ്വർഗീയഗണങ്ങൾക്കും കൈമാറിയ നൽവരം നമുക്കും ഏറ്റുവാങ്ങുവാൻ ഇടയായി. ആ പാതയിൽ ചരിക്കുവാനും പുതിയ ഒരു സമീപനത്തോടുകൂടി തുടർന്നുള്ള നാളുകൾ കൂടുതൽ തേജസ്സോടെ, മഹത്വത്തോടെ, അനുഭവങ്ങളോടെ, സാക്ഷ്യത്തോടെ സന്ദേശങ്ങൾ കൈമാറുവാൻ കൽപ്പുള്ളവരായി ഈ ലോകത്തിൽ വർദ്ധിക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ദുഃഖങ്ങളും നെടുവീർപ്പുകളും യുദ്ധഭീഷണിയും പൈശാചികതയും പാപവും അന്ധകാരവും കൈമാറുന്ന ധാരാളം പേര് വളരെ ശക്തമായി ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഷ ഏറ്റുവാങ്ങുക മാത്രമല്ല, അതിൻ്റെ പര്യായങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാൻ എന്നും സാധിക്കുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തരുന്ന പല വിശുദ്ധരും നമുക്ക് മാതൃകയായി വരച്ചു കാട്ടപ്പെടുമ്പോൾ ആ പാത ഏറ്റുവാങ്ങുവാൻ ഇത്ര പവിത്രമായിട്ടുള്ള ശുശ്രൂഷകളിൽ കൂടി കടന്നു വന്ന ഇത്രമാത്രം നൽവരം ഏറ്റുവാങ്ങുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രത്യാശ ഈ ഈസ്റ്ററിനെ കൂടുതൽ ധന്യതപ്പെടുത്തണം. ആ സമ്പന്നത നമ്മൾ ഏറ്റുവാങ്ങണം. ആ പാതയിൽ ചരിക്കുവാൻ പ്രാപ്തി ലഭിക്കട്ടെ. നമ്മുടെ ബലഹീനതകളിലേക്ക് തിരിഞ്ഞു പോകാനും അതിൻ്റെ അടിമകളായി തീരുവാനും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് ഓഹരിക്കാരായി തീരുവാനും നമ്മുടെ വലിച്ചൊഴിക്കുന്ന ശക്തികൾ ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
അതിനെതിരായ പഴപൊരുതുവാനും തൊടുത്ത് വിടുന്ന മിസൈലുകളെ നിർജീവമാക്കുന്ന ഒരു വലിയ പ്രക്രിയ പോലെ തൊടുത്ത് വിടുന്ന മനോഭാവം തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രത്യേക സിദ്ധിവിശേഷം ഏറ്റുവാങ്ങുവാൻ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. പുതിയ യുഗത്തിൻ്റെ പിറവിയായി നമ്മുടെ ജീവിതത്തെ പുതുക്കുവാൻ ദൈവവചനവും സ്വർഗീയ ആരാധനയും ഭവനത്തിലെ ക്രിസ്തീയ കൂട്ടായ്മയും നമ്മുടെ വർത്തന മേഖലകളിലെ ക്രിസ്തീയ സന്ദേശങ്ങളും കൂടുതൽ ബലം നൽകും, ശക്തീകരിക്കും, ബന്ധങ്ങൾക്ക് ഊഷ്മളത വരും, ജീവനുള്ള ദൈവമായിട്ടുള്ള സംസർഗത്തിന് ആഴം വർദ്ധിക്കും. അവൻ്റെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ കുമ്പിടിയിലും ധനനമസ്കാരവും കൂടുതൽ അർത്ഥപൂർണമായി തീരും. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ബലഹീനം ഭാവിയുമായ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ യാഥാർത്ഥ്യമായി തീർന്ന് അവൻ്റെ സാന്നിധ്യം കൊണ്ട് കുടുംബത്തെയും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ഇടവുകളെയും നമ്മുടെ വർത്തന മേഖലകളെയും രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മൾ കൂടി ഈ ലോകത്തിൽ സജീവമായി നിലനിൽക്കുവാനും ശക്തീകരിക്കപ്പെടുവാനും തക്കവണ്ണം കാരണവാനിൽ ശരണപ്പെടാം. നിങ്ങൾക്ക് സമാധാനം എന്ന വാടാത്ത സന്ദേശവും അനുഭവവും ക്രിസ്തുവിൽ നിന്ന് തുടരുന്നത് നമ്മുടെ അനുഭവമായി തീരട്ടെ. രക്ഷകനിലേക്കും വിശുദ്ധിയിലേക്കും ആത്മാവിൻ്റെ ഫലത്തിലേക്കും നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ ചിറകുകൾ നൽകി കൂടുതൽ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ പ്രപഞ്ചം മോഹിക്കുന്ന നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ ശരണപ്പെടാം. എല്ലാവർക്കും വ്യക്തിപരമായി ഹൃദയപൂർവ്വം ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. കാരണം അവൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സമർത്ഥമായി തീരട്ടെ. എല്ലാ പൈശാചികളിൽ നിന്നും മാറി ദിവ്യ സാന്നിധ്യത്തിൻ്റെ നിറവും സ്വർഗീയ അനുഭവങ്ങളുടെ സമ്പത്തും നമ്മളെ വിട്ടുപിരിയാതെ എപ്പോഴും തേജസ്സിൽ നിലനിർത്തട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ദൈവ കാരുണ്യത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം.